ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആരോഗ്യ കേരളത്തിലും വനഗവേഷണ സ്ഥാപനത്തിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ടും വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. 7ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ആരോഗ്യ കേരളത്തിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം. ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ കീഴിൽ കൊല്ലം ജില്ലയിലെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിൽ കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിന് ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം മെഡിക്കൽ ഓഫീസർ പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് MBBSഉം TCMC രജിസ്ട്രേഷനുമാണ്. കൂടാതെ സമാന മേഖലയിലുള്ള 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 62 വയസ്സാണ്. പ്രതിമാസ വേതനം 50,000 രൂപയാണ് ലഭിക്കുക. അടുത്തത് ലാബ് ടെക്നീഷ്യൻ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് BSc MLT അല്ലെങ്കിൽ DMLTയും പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമാണ്. കൂടാതെ സമാന മേഖലയിലുള്ള 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 40 വയസ്സാണ്. പ്രതിമാസ വേതനം 17,000 രൂപയാണ് ലഭിക്കുക. അടുത്തത് ഒപ്റ്റോമെട്രിസ്റ്റ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. യോഗ്യത BSc ഒപ്റ്റോമെട്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഒപ്റ്റോമെട്രി ആണ്. കൂടാതെ പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ സമാന മേഖലയിലുള്ള 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. പ്രായപരിധി 40 വയസ്സാണ്. പ്രതിമാസ വേതനം 17,000 രൂപയാണ് ലഭിക്കുക. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 7/9/2024 വൈകിട്ട് 5 മണിക്ക് മുൻപായി ആരോഗ്യ കേരളം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം വഴി അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും അപേക്ഷയോടൊപ്പം PDF ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ദേശീയ ആരോഗ്യ ദൗത്യം കൊല്ലം ജില്ലാ ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവരുടെ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ വെള്ളമുണ്ട കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് അസിസ്റ്റന്റ് ക്ലീനിംഗ് സ്റ്റാഫ് തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. VHSC DMLT അല്ലെങ്കിൽ MLTയും പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമാണ് ലാബ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ. ക്ലീനിംഗ് സ്റ്റാഫ് തസ്തികയിലേക്ക് 7ാം ക്ലാസ് പാസ്സായിരിക്കണം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സെപ്റ്റംബർ 9 രാവിലെ 10 മണിക്ക് നിങ്ങളുടെ അപേക്ഷയും ബയോഡേറ്റ, സ്വയം സാക്ഷ്യപ്പെടുത്തിയ യോഗ്യതാ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡിന്റെ പകർപ്പുമായി അഭിമുഖത്തിന് ഹാജരാവണം. വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ സർക്കാർ നഴ്സിംഗ് കോളേജ് ട്യൂട്ടർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. MSc നഴ്സിംഗ് യോഗ്യതയും KNMC രജിസ്ട്രേഷനുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാവുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റിന്റെ അസലുമായി സെപ്റ്റംബർ 7 രാവിലെ 10:30 വയനാട് സർക്കാർ നഴ്സിംഗ് കോളേജ് ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ഇടുക്കി ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ഇടുക്കി മെഡിക്കൽ കോളേജിൽ 2 ഫാർമസിസ്റ്റ് തസ്തികകളിൽ ഒഴിവ് വന്നിട്ടുണ്ട്. ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. വോക്ക്-ഇൻ ഇൻ്റർവ്യൂ നടക്കുന്നത് സെപ്റ്റംബർ 9 രാവിലെ 11 മണിക്ക് ആശുപത്രി ഓഫീസിൽ വെച്ചിട്ടാണ്. കേരള ഫാർമസി കൗൺസിൽ അംഗീകരിച്ചിട്ടുള്ളതും BPharm അല്ലെങ്കിൽ DPharm അല്ലെങ്കിൽ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബിരുദവുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. താല്പര്യമുള്ളവർ നിങ്ങളുടെ വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തൃശ്ശൂർ ജില്ലയിൽ കേരള വനഗവേഷണ സ്ഥാപനത്തിൽ പ്രോജക്ട് അസിസ്റ്റന്റിന്റെ താൽക്കാലിക ഒഴിവിൽ സെപ്റ്റംബർ 6 രാവിലെ 10 മണിക്ക് കേരള വനഗവേഷണ സ്ഥാപനത്തിന്റെ തൃശ്ശൂർ പീച്ചിലി ഓഫീസിൽ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. ഒരൊഴിവാണ് വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് BSc ബോട്ടണി അല്ലെങ്കിൽ എൻവയോൺമെന്റൽ സയൻസ് അല്ലെങ്കിൽ ഫോറസ്ട്രി അല്ലെങ്കിൽ പ്ലാന്റ് സയൻസ് ആണ്. കൂടാതെ ഡിസേബിൾ ക്വാളിഫിക്കേഷനായി എക്സ്പീരിയൻസ് ഇൻ സീഡ് ഹാൻഡ്ലിംഗ് ടെക്നിക്സ്, ഫീൽഡ് ബോട്ടണി ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസും ഉണ്ടായിരിക്കണം. പ്രതിമാസ ഫെലോഷിപ്പ് 19,000 രൂപയാണ് ലഭിക്കുക. പ്രായപരിധി വരുന്നത് 36 വയസ്സാണ്. വിശദ വിവരങ്ങൾക്ക് www.kfri.res.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.